ഇന്ന് നമ്മൾ ഫസ്റ്റ് തയ്യാറാക്കി കഞ്ഞിയായിരുന്നു, ജീരകക്കഞ്ഞി. അങ്ങനെ വെള്ളം തിളച്ച് വരുമ്പോൾ അരി അതിലിട്ട് നല്ലോണം വെന്തതിന് ശേഷം തേങ്ങ അതിലേക്ക് പാർന്ന്, പിന്നെ അവിടെ ജ്യൂസ് അടിക്കാൻ പാല് കാച്ചി തണുപ്പിക്കായി. അങ്ങനെ ആ പാല് കാച്ചി തണുപ്പിച്ച് പിന്നെ ഞാനൊരു കുക്കറിലേക്ക് ഉരുളക്കിഴങ്ങ്, ഉപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി. ഇന്ന് ഞാൻ സ്നാക്സ് ഉണ്ടാക്കിയത് കട്ട്ലേറ്റാണ്. അപ്പോൾ ഇതൊരു 2 വിസിലിടിച്ച് ഇത് വെന്തതിന് ശേഷം ഞാൻ ഉരുളക്കിഴങ്ങ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് നല്ലോണം ഉടച്ച് അതിലേക്ക് മസാല മിക്സാക്കി കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി. ഓരോരുത്തരുടെ ഇഷ്ടത്തിലുള്ളവർക്ക് ഓരോരുത്തർക്ക് ഓരോ ഷേപ്പിലാക്കാം. ഞാൻ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി. പിന്നെ ഞാൻ മുട്ട കൂട്ടിയിട്ടില്ല. ഞാൻ കോൺഫ്ലവറിൻ്റെ പൊടി നേരി പോലെ കലക്കിയിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ബ്രെഡ് പൊടിയിലേക്ക് ഞാൻ ഇടുന്നത്. അങ്ങനെ ഓരോന്നോരോന്ന് ചെയ്തെടുത്തിട്ട് അത് എന്താക്കുക, ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെക്കുക. അങ്ങനെ ഫ്രീസറിൽ വെച്ചാൽ നല്ല ടേസ്റ്റും കിട്ടും. പിന്നെ അതുമല്ല നല്ല രീതിയിൽ പൊരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ വീട്ടിൽ ഇൻഷാല്ലാ ഇത് ട്രൈ ചെയ്യട്ടെ എല്ലാവരും. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പത്തിരിപ്പണിയിലേക്ക് ഇറങ്ങി. പിന്നെ അത് ആ വെള്ളം തെളിച്ച് പത്തിരിപ്പൊടിയാക്കി അത് പിന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ബാക്കി പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുക. പിന്നെ അത് ചുട്ടെടുത്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊന്നും ഇവിടെ കടലക്കറിയാണ്. കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടി ആക്കി. പിന്നെ കടലക്കറിയൊക്കെ സാധാരണ എല്ലാവരും വെക്കുന്ന പോലെ തന്നെ ഇപ്പോൾ കൂവ കാച്ചി, കൂവ പിന്നെ നിർബന്ധമാണല്ലോ ഇടാം. പിന്നെ ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്ത് ഓരോന്നോരോന്നായി ഫ്രൈ ചെയ്തെടുത്ത്. അപ്പോൾ എണ്ണയിൽ പൊരിക്കുന്നത് കൊണ്ട് അല്ലാണ്ട് ഞാൻ എല്ലാത്ത രീതിയിലും കാണിക്കുന്നുണ്ട്. 2 രീതിയിലും ചെയ്യുക, 2 രീതിയിലും ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.